എല്ലാവർക്കും നമസ്കാരം. ഒരു നാടൻ ബീഫ് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതിനകത്തൊരു മസാല പേസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റത്തില്ലേ, അതിനകത്ത് ചേർത്ത് വഴറ്റി ബീഫും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ബീഫ് കറി, നാടൻ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന ഉടനെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ പൊടികളൊക്കെ ഡയറക്റ്റ് ചേർത്ത് വഴറ്റിയല്ലേ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇതിന് ആ മസാല പേസ്റ്റ് ചേർക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കറിയുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം ആ മസാല പേസ്റ്റ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ, 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം പെരിഞ്ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 കഷ്ണം പട്ട 2ആയിട്ട് മുറിച്ചതാണ്, 2 ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ ചെറിയൊരു തക്കോലം. വലിയ തക്കോലമാണെങ്കിൽ ഹാഫ് ചേർത്താൽ മതി. ഇതിൻ്റെ രുചി ഇഷ്ടമല്ലാത്തവർ ചേർക്കണമെന്നില്ല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വെള്ളം ചേർത്ത് അരയ്ക്കുന്നതിന് മുമ്പേ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കത് ഈ വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കേട്ടോ, ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല പേസ്റ്റ് റെഡിയായി. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കറി വഴറ്റി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിനകത്തൊരു 8 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ഞാനും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഴറ്റി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയായി, മസാല പേസ്റ്റ് റെഡിയായി, പിന്നെ ഒരു 1/2 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. നാടൻ ബീഫ് കറി ആയതുകൊണ്ട് ഞാൻ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിലോ ചീനിച്ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ എണ്ണ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. അത് ചൂടായി. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുക. എനിക്ക് ഈ ബീഫ് കറി തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. തേങ്ങ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നു. ഞാൻ ഇതിലേക്കൊരു കുറച്ച് കടുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ചേർക്കുക. പിന്നെ ഒരു 3 പച്ചമുളക്. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ്. നമ്മൾ ഈ കറിക്കകത്ത് പച്ചമുളകും മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ച് ഇതൊക്കെ ചേർത്ത് കൊടുത്തോളണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടും. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ വഴറ്റിയെടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയണം. കാരണം നമ്മൾ പച്ച മസാലകളൊക്കെ അതിനകത്ത് അരച്ചത്, അല്ലെങ്കിൽ പിന്നെ ആ ഒരു മസാലയുടെ കുത്തൽ വരും. അരപ്പൊട്ടും വേസ്റ്റാക്കി കളയണ്ട. നമ്മുടെ മിക്സിയുടെ ജാറൂടെ കഴുകി കുറച്ച് വെള്ളം ഒഴിക്കാം. നമ്മൾ മസാല അരച്ചപ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തില്ല. നമുക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. എണ്ണ തെളിഞ്ഞ് വരാൻ ഇച്ചിരി താമസമാണ്. നമ്മൾ ക്ഷമയോടുകൂടി ഇളക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ കുക്കിങ്ങിന് ഇച്ചിരി ക്ഷമയൊക്കെ വേണം, എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രുചിയൊക്കെ കിട്ടുകയുള്ളൂ കറികൾക്കൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നല്ലതായിട്ട് ഈ അരപ്പൊക്കെ അതിലൊന്ന് ഇളക്കി പിടിപ്പിക്കണം. വേവ് കൂടുതലുള്ള ബീഫാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുക്കറി വെച്ചൊരു 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. പക്ഷേ ഈ ബീഫ് പെട്ടെന്ന് വേകുന്നത്, അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെക്കുന്നില്ല. ഈ ചട്ടിക്കകത്ത് തന്നെ ഇട്ടാണ് അത് വേവിക്കുന്നത്. ചെറിയ തീയിൽ നമ്മൾ ചട്ടിക്കകത്തോ ചീനിച്ചട്ടിക്കകത്തോ ഒക്കെ ഇട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് ബീഫിന്
ആ കറിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമുക്കിതിൽ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ആദ്യം കുറച്ച് വെള്ളം ചേർക്കാം. എന്നിട്ട് അതിനകത്ത് ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ബീഫിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വന്നതുണ്ടോ. നമുക്കിനി ബാക്കി വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. പക്ഷേ ഇടയ്ക്ക് ഇളക്കിക്കോണം ചട്ടിക്കകത്തൊക്കെ വെക്കുമ്പോൾ, ഇല്ലെങ്കിൽ അടി പിടിക്കും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിക്കാം. ഇനി ബീഫ് ഒന്ന് തുറന്നു നോക്കാം. എന്താ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഞാൻ ഈ ചട്ടിയിൽ വെച്ചത് കൊണ്ട്. കുക്കറി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ ബീഫ് കറിയുടെ ഒരു യഥാർത്ഥ രുചി കിട്ടുന്നത്. ഇനി നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഒന്ന് ഞെരടി ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചേക്കണം. ഈ കറിവേപ്പിലയുടെയൊക്കെ ആ ഫ്ലേവറൊക്കെ അതിനകത്തോട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തീ ഓഫ് ചെയ്യുക. നമുക്കൊന്ന് അടച്ചൊരു 10 മിനിറ്റ് നേരം വെക്കാം. ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇന്നത്തെ ഈ ബീഫ് കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ അഭിപ്രായങ്ങൾ തന്നെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.